ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ മക്കളുടെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത്. ഫുഡ് ആൻഡ് ഹ്യൂമൻ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇതിൻ്റെ മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ട ചാപ്റ്റർ നമ്മൾ ഓൾറെഡി മലയാളം ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ STD5 സോഷ്യൽ സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ, അതിലുണ്ടായിരിക്കുമേ. നമുക്കിവിടെ ഒരു ഡയറി എൻട്രി തന്നിട്ടുണ്ട് കേട്ടോ. October 16th. Today there was a food fest in our school in connection with World Food Day. How interesting it was. All of us brought different dishes as our teacher had instructed. I visited every stall with my friends. What a variety of dishes. Made from tapioca, jackfruit, millets, tubers and fruits were there. Many food items like laddu, halwa, payasam, cakes, sweets and pickles were also there. Oh, seeing all those, my mouth watered. Then our class teacher also joined us. Teacher bought us sweets and payasam. How tasty it was. These flavors still stay on my tongue. അപ്പോൾ ഇവിടെ ഒരു കുട്ടി അവളുടെ സ്കൂളിൽ നടന്ന ഒരു ഫുഡ് ഫെസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡിഷസ് ഉണ്ടായിരുന്നു. ആ ഡിഷസ് ഏതൊക്കെയാണെന്നൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ. ഹാവ് യു റെഡ് ദ ഡയറി എൻട്രി ഓഫ് എ സ്റ്റുഡൻറ്റ് നെയിംഡ് സിബി എന്ന് പറയുന്ന കുട്ടിയുടെ ഡയറി എൻട്രി ആണ് കേട്ടോ ഇത്. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് മെൻഷൻഡ് ഇൻ ദ ഡയറി എൻട്രി? ഇതിൽ പറഞ്ഞിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് മക്കളെ? ഡിഷസ് മെയ്ഡ് ഫ്രം ടാപ്പിയോക്ക, ജാക്ക്ഫ്രൂട്ട്, മില്ലറ്റ്സ്, ട്യൂബേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. പിന്നെ അതുപോലെ തന്നെ ഹൽവ, ലഡു, പായസം, കേക്ക്സ്, സ്വീറ്റ്സ്, പിക്കിൾസ്. ബിസൈഡ്സ് ദീസ് വാട്ട് ആർ ദ അതർ ഫുഡ് ഐറ്റംസ് യു ഹാവ് ഹാഡ്? പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ദം. ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് അറിയാം? ഒരുപാടുണ്ടല്ലേ മക്കളെ, ഒത്തിരി നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ലഞ്ചിലും ഡിന്നറിലും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. The food we eat has a very long history. Don't you wish to know that history? അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ ഫുഡിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ച്, അതായത് ആദിമ മനുഷ്യർ തൊട്ട് ഇന്ന് വരെയുള്ള ഫുഡ് എങ്ങനെയാണ് എന്നുള്ള രീതിക്കാണ് കേട്ടോ. അതായത് ആദിമ മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവരും അവരുടെ ഫുഡ് എങ്ങനെയൊക്കെയാണ് അവർ കണ്ടെത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഒബ്റ്റൈനിങ് ഫുഡ്. You know that food is one of the essential elements for human survival. മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യ ഘടകത്തിൽ ഒന്നാണ് അല്ലേ മക്കളെ ഫുഡ് എന്ന് പറയുന്നത്, ഭക്ഷണം എന്ന് പറയുന്നത്. All living things need food. എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം വേണം. Their food during early time was mainly leaves, fruits, tubers and grains. അപ്പോൾ ആദിമ മനുഷ്യരുടെ ആദ്യത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഇലകളും പഴങ്ങളും കിഴങ്ങുകളും ഗ്രെയിൻസും ധാന്യങ്ങളും ഒക്കെ ആയിരുന്നു. Besides, some creatures killed other creatures and had their food. മാത്രമല്ല ചില ജീവികളൊക്കെ മറ്റു ജീവികളെ കൊന്നിട്ടാണ് അവയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലേ. ഇൻ ദ ബിഗിനിങ് ഹ്യൂമൻസ് വർ ഓൾസോ ലൈക്ക് ദാറ്റ്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ മനുഷ്യർ അങ്ങനെ തന്നെയായിരുന്നു. ജീവികളെയും മറ്റുമൊക്കെ കൊന്ന് അവയൊക്കെ വേട്ടയാടിയിട്ടായിരുന്നു അവരും ഭക്ഷിച്ചിരുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ. താഴെ തന്നിട്ടുള്ള 4 ചിത്രങ്ങൾ നോക്കിക്കേ. The pictures given above indicate different methods of obtaining food by the early humans. അപ്പോൾ ആദ്യകാലത്തെ ആദിമ മനുഷ്യർ അവർക്ക് വേണ്ട ഭക്ഷണം കണ്ടെത്തിയിരുന്ന വ്യത്യസ്ത മാർഗങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. What details do you understand from these pictures about the obtaining of food of early humans? ആദിമ മനുഷ്യരുടെ അവരുടെ ഭക്ഷണ സമ്പാദനത്തെക്കുറിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ടെത്താനാവുന്നുണ്ട് മക്കളെ? ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ദ ഗ്യാതേർഡ് ഫുഡ്. അവർ ഭക്ഷണം ഒരുമിച്ച് കൂട്ടിയിരുന്നു, അല്ലെങ്കിൽ അവർ ഭക്ഷണം ശേഖരിച്ചിരുന്നു. ദേ ഹണ്ടഡ് ആനിമൽസ് ഫോർ ഫുഡ്. അവർ ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചിരുന്നു. എൻഗേജ്ഡ് ഇൻ ഫിഷിംഗ്. മത്സ്യങ്ങൾ പിടിക്കുന്നതിൽ അവർ എൻഗേജ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ മീൻ പിടിച്ചിരുന്നു അവർ. സ്റ്റോൺസ് ആൻഡ് സ്റ്റിക്സ് വർ യൂസ്ഡ് ആസ് വെപ്പൺ. കല്ലുകളും വടികളൊക്കെ ആയിരുന്നു അവർ ആയുധങ്ങളാക്കിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ദേ ഹണ്ടഡ് ഇൻ ഗ്രൂപ്പ്സ്. അവർ ഗ്രൂപ്പുകളായിട്ട് കൂട്ടങ്ങളായിട്ടായിരുന്നു വേട്ടയ്ക്ക് ഇറങ്ങിയിരുന്നത്. ദേ ഷെയർഡ് ദ ഫുഡ് ദേ ഗ്യാതേർഡ്. അവർ ശേഖരിച്ചിരുന്ന ഭക്ഷണം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിരുന്നു. What might be the food items they had obtained through hunting and gathering? ഇങ്ങനെ വേട്ടയാടുന്നതിലൂടെയും ശേഖരിക്കുന്നതിലൂടെയും അവർ കണ്ടെത്തിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്തൊക്കെയായിരുന്നു? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പഴങ്ങളും പച്ചക്കറികളും. റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. വേരുകളും കിഴങ്ങുകളും. ഫിഷസ്. മീനുകൾ. എഡിബിൾ ലീവ്സ്. കഴിക്കാൻ പറ്റുന്ന ഇലകൾ. ആനിമൽ ഫ്ലഷ്. മൃഗങ്ങളുടെ മാംസം. ഫയർ ആൻഡ് ഫുഡ്. ഇനി തീയുടെ കണ്ടുപിടുത്തത്തോടെ ഭക്ഷണത്തിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഡിഡ് ദ ഏർലി ഹ്യൂമൻസ് കുക്ക് ദ ഫുഡ് ഐറ്റംസ് ദേ ഹാഡ് ഒബ്റ്റൈൻഡ് ത്രൂ ഹണ്ടിങ് ആൻഡ് അതർ മീൻസ്? ആദിമ മനുഷ്യർ വേട്ടയാടി കിട്ടിയിരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ അവർ വേവിച്ചായിരുന്നു കഴിച്ചിരുന്നത്? നോ, അല്ല. ദേ ഏറ്റ് റോ ഫുഡ്. അല്ല, അവർ പച്ചയ്ക്കായിരുന്നു ആ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിരുന്നത്. ഇൻ ഏർലിയർ ടൈംസ് ദേ ഏറ്റ് ഫുഡ് റോ.
അവർ പച്ചയ്ക്കായിരുന്നു ആദ്യം ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിരുന്നത്, അതായത് വേവിക്കാതെ ആയിരുന്നു. ആസ് ദേ ഡിഡ് നോട്ട് നോ ദ യൂസ് ഓഫ് ഫയർ, കാരണം എന്തായിരുന്നു, അവർക്ക് തീയുടെ ഉപയോഗം എന്താണെന്ന് അറിയില്ലായിരുന്നു. ബട്ട് വെൻ ദേ ലേൺ ടു യൂസ് ദ ഫയർ ഇൻ എ കൺട്രോൾഡ് മാനർ ദേ സ്റ്റാർട്ടഡ് ടു കുക്ക് ആൻഡ് ഈറ്റ്. പക്ഷേ പിന്നീട് കാലക്രമേണ അവർ തീ നിയന്ത്രിതമായിട്ട്, അവരുടെ നിയന്ത്രണ വിധേയമായിട്ട് അവർ ഉപയോഗിക്കാനായിട്ട് പഠിച്ചതോട് കൂടിയിട്ട് അവർ ഭക്ഷണങ്ങളൊക്കെ വേവിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. യൂസ് ഓഫ് ഫയർ ഫോർ കുക്കിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലാൻഡ് മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഫുഡ് പാറ്റേൺ. അപ്പോൾ ഈ മനുഷ്യരുടെ ഭക്ഷണത്തിൻ്റെ പാറ്റേണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിരുന്നു ഭക്ഷണം വേവിച്ച് കഴിക്കുക എന്നുള്ളത്. ദ ഫസ്റ്റ് കുക്ക്ഡ് ഫുഡ് ദേ എയ്റ്റ് വാസ് പ്രോബബ്ലി ദ മീറ്റ് ഓഫ് ഡെഡ് ആനിമൽസ് ഇൻ വൈൽഡ് ഫയർ. അവർ ആദ്യമായിട്ട് കഴിച്ച എന്താ പറയുക, കുക്ക് ചെയ്ത ഫുഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ കാട്ടുതീയൊക്കെ ഉണ്ടായപ്പോൾ അതിൽ വെന്ത് മരിച്ച മൃഗങ്ങളുടെ ഫുഡായിരുന്നിരിക്കാം. ആഫ്റ്റർ ലേണിംഗ് ഹൗ ടു മേക്ക് ആൻഡ് കൺട്രോൾ ഫയർ ദേ ബിഗാൻ ടു കുക്ക് മീറ്റ് ആൻഡ് ഫിഷ്. അങ്ങനെ അവർ തീ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പഠിച്ചതോട് കൂടിയിട്ട് അവർ മീനും ഇറച്ചിയും ഒക്കെ വേവിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. ഗ്രാജുവലി ദേ ബിഗാൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. അങ്ങനെ പതുക്കെ പതുക്കെ അവർ കിഴങ്ങുകളും കെട്ടുന്ന വേരുകളൊക്കെ അവർ അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് തുടങ്ങി. ദാറ്റ് ഈസ് ഹൗ ഹ്യൂമൻസ് ഡെവലപ്ഡ് ദ കൾച്ചർ ഓഫ് കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ്. അങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന കൾച്ചറിലേക്ക് എത്തിപ്പെട്ടത്. ദ നൊമാഡിക് മാൻ ഹണ്ടഡ് ആൻഡ് ഗ്യാതേർഡ് ഓൺലി ദ ഫുഡ് ദേ നീഡഡ് ഫോർ ദ ഡേ. ആദ്യകാലത്തൊക്കെ മനുഷ്യർ അവർക്ക് വേണ്ട ഭക്ഷണം, അന്നുള്ള ഭക്ഷണം അത് മാത്രമേ അവർ ശേഖരിച്ചിരുന്നുള്ളൂ. അതായത് അപ്പോൾ എന്ത് കഴിക്കാൻ വേണമോ അത് മാത്രമായിരുന്നു അവർ ഹണ്ട് ചെയ്തിരുന്നത്. ലേറ്റർ ദേ വേർ ഫോഴ്സ്ഡ് ടു ഫൈൻഡ് സം അതർ മീൻസ് ടു ഒബ്റ്റെയിൻ ഫുഡ്. അങ്ങനെ കാലക്രമേണ അവരെന്ത് ചെയ്തു, അവർ ഫോഴ്സ് ചെയ്യപ്പെട്ടു, കുറച്ചുകൂടെ ഭക്ഷണം ശേഖരിച്ച് വെക്കണം എന്നുള്ള തരത്തിലേക്ക് എത്തിപ്പെട്ടു. What were the possible conditions that forced early humans find other ways to obtain food? അപ്പോൾ ആദിമ മനുഷ്യരെ ഭക്ഷണം ശേഖരിച്ച് വെക്കണം എന്നുള്ള രീതിയിലേക്ക് എത്തിച്ച അവരെ ഫോഴ്സ് ചെയ്ത പോസിബിൾ കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കാം? അതായത് ഭക്ഷണം ശേഖരിച്ച് വെച്ചേ മതിയാവൂ എന്നുള്ള രീതിയിലേക്ക് എത്തിച്ച കണ്ടീഷൻ. ഒന്ന്, സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, ഭക്ഷണത്തിന്റെ ദൗർലഭ്യം, അതായത് ഭക്ഷണം കിട്ടാതെ വരുന്ന അവസ്ഥ. റൈസ് ഇൻ പോപ്പുലേഷൻ, ജനസംഖ്യ ഉയർന്നത്. എൻവയൺമെന്റൽ ചേഞ്ചസ്, പ്രകൃതിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ. ലാക്ക് ഓഫ് ഫുഡ് സ്റ്റോറേജ് ഫെസിലിറ്റി, ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് വെക്കുന്നതിലുള്ള കുറവുകൾ അല്ലെങ്കിൽ അഭാവം. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം. വൈൽഡ് ഫയർ, കാട്ടുതീ. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ. ഇതെല്ലാം കൊണ്ട് തന്നെ അവർക്ക് ഫുഡ് ശേഖരിച്ച് വെക്കണം എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തിച്ചേർന്നു. ഫുഡ് പ്രൊഡക്ഷൻ, ഇനി അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ഭക്ഷണം പാകം ചെയ്തിരുന്നത് എന്നാണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഹ്യൂമൻ സ്റ്റാർട്ടഡ് ഡൊമസ്റ്റിക്കേറ്റിംഗ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഫോർ ദെയർ ഡെയിലി ഫുഡ്. കാലങ്ങൾക്ക് ശേഷം മനുഷ്യർ എന്ത് ചെയ്തു, അവരുടെ ഭക്ഷണാവശ്യത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ ഇണക്കി വളർത്താനും അതുപോലെ സസ്യങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാനും തുടങ്ങി. അതായത് കൃഷിയും ആരംഭിച്ചു. ഇനീഷ്യലി ദേ ഡൊമസ്റ്റിക്കേറ്റഡ് ഷീപ്പ് ആൻഡ് ഗോഡ്സ് ഫോർ ഫുഡ്. ആദ്യമൊക്കെ അവർ ആടിനെയും അതുപോലെ ഷീപ്പിനെയും ഒക്കെ ആയിരുന്നു എന്തിന്, ഫുഡിന് വേണ്ടിയിട്ട് എന്താ പറയുക വളർത്തിയിരുന്നത്. ഡോഗ് വാസ് ദ ഫസ്റ്റ് ആനിമൽ ഡൊമസ്റ്റിക്കേറ്റഡ് ബൈ ഹ്യൂമൻസ്. നായകളെയാണ് ആദ്യം മനുഷ്യർ വളർത്താൻ തുടങ്ങിയത്. സിൻസ് ഡോഗ് വാസ് ഈസിലി ടൈമബിൾ ദേ വർ യൂസ്ഡ് ഫോർ വാച്ചിങ് ആൻഡ് ഹണ്ടിങ്. നായകൾ പെട്ടെന്ന് തന്നെ ടൈമബിൾ ആയതുകൊണ്ട്, അതായത് പെട്ടെന്ന് തന്നെ ഇണങ്ങുന്നത് കൊണ്ട് അവയെ അവർ വേട്ടയ്ക്കും മറ്റുമായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഹവർ വിത്ത് ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ ഹ്യൂമൻ സ്റ്റാർട്ടഡ് ടു ഡൊമസ്റ്റിക്കേറ്റ് അതർ ആനിമൽസ് ഫോർ ഫുഡ് ആൻഡ് അതർ നീഡ്സ്. അങ്ങനെ കാലക്രമേണ അവർ കൃഷിയിലേക്ക് തിരിഞ്ഞ സമയത്താണ് അവർ ഡൊമസ്റ്റിക്കേഷന് വേണ്ടിയിട്ട്, അതായത് വളർത്താനായിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള രീതിയിൽ വളർത്തുന്ന അനിമൽസ് ഉണ്ടല്ലോ, അവയെ വളർത്താനും ഫുഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. ഇനി നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് വർ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ഇൻ ഹ്യൂമൻ ലൈഫ് ഫോളോയിങ് ദ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്? മൃഗങ്ങളെയും അതുപോലെ സസ്യങ്ങളെയൊക്കെ വളർത്താൻ ആരംഭിച്ചതോടു കൂടിയിട്ട് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കാമെന്നാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് മക്കളെ? ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് അലൗഡ് പീപ്പിൾ ടു പ്രൊഡ്യൂസ് മോർ ഫുഡ്. അപ്പോൾ ഇത്തരത്തിൽ മൃഗങ്ങളെ ഇണക്കി വളർത്താനും അതുപോലെ കൃഷി ചെയ്യാനും ഒക്കെ ആരംഭിച്ചതോട് കൂടിയിട്ട് അവർക്ക് ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ലഭിക്കാനായിട്ട് തുടങ്ങി. ദേ കുഡ് സ്റ്റേ ഇൻ വൺ പ്ലേസ് ആൻഡ് ബിൽഡ് പെർമനന്റ് ഹോംസ്. അതുപോലെ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരതാമസമാക്കാനായിട്ട് അവർക്ക് സാധിച്ചു. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ഹെൽപ്ഡ് ഫാമിംഗ് വർക്ക് ഈസിയർ. മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നത് കൊണ്ട് തന്നെ കൃഷി അവർക്ക് കൂടുതൽ എളുപ്പമായി. സെറ്റിലിംഗ് ഇൻ വൺ പ്ലേസ് ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് വില്ലേജസ് ആൻഡ് ടൗൺസ്. ഒരു സ്ഥലത്ത് തന്നെ താമസിക്കാനായിട്ട് ആരംഭിച്ചതോടു കൂടിയിട്ടാണ് വില്ലേജുകളുടെയും നഗരങ്ങളുടെയും അതുപോലെ ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും ഒക്കെ ഉത്ഭവത്തിന് കാരണമായത്.
Early humans might have started thinking about agriculture when they noticed seedling sprouting from discarded food items. അവർ ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കി പുറത്തേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ഈ ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ കായകളിൽ നിന്ന് കുരുവിൽ നിന്ന് അതായത് സീഡിൽ നിന്ന് തൈകൾ ഉണ്ടാവുന്നതായിട്ട് അവർ ശ്രദ്ധിച്ചു. ഇഫ് ദ സീഡ്സ് വേർ ലെഫ്റ്റ് ഓൺ ദ റോക്ക് ദേ വുഡ് ഡ്രൈ ഔട്ട്. ഈ വിത്തുകൾ തന്നെ പാറയിൽ വീഴുകയാണെങ്കിൽ അവ ഡ്രൈ ഔട്ട് ആയി പോകും, അതായത് ഉണങ്ങിപ്പോവും. ഇഫ് പുട്ട് ഇൻ വാട്ടർ ദേ വുഡ് ഗെറ്റ് റോട്ടർ. വെള്ളത്തിലിട്ടാലോ അത് ചീഞ്ഞും പോകും. ഹവർ ഹ്യൂമൻസ് ലേൺ ദാറ്റ് സീഡ്സ് ജെർമിനേറ്റ് ഇൻ ദ മോയിസ്റ്റ് ആൻഡ് വാം സോയിൽ. അങ്ങനെയാണ് മനുഷ്യർക്ക് മനസ്സിലായത് പാറയിലിട്ടാലും മുളക്കില്ല, വെള്ളത്തിലിട്ടാലും മുളക്കില്ല, പകരം മോയിസ്റ്റ് ആയിട്ടുള്ള നനവുള്ള മണ്ണിലിട്ടാലാണ് വിത്തുകൾ മുളയ്ക്കുക എന്ന് മനസ്സിലായത്. അതാണ് അഗ്രികൾച്ചറിൻ്റെ അല്ലെങ്കിൽ കൃഷിയുടെ ആരംഭത്തിന് കാരണമായത്. ദസ് കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് സ്റ്റാർട്ടഡ്. അങ്ങനെയാണ് കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് തുടങ്ങിയത്, അതായത് വിളകൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. ദെൻ ദ എഡിബിൾ പ്ലാന്റ്സ് റൂട്ട്സ് ആൻഡ് സാപ്ലിങ്സ് വേർ സെലക്റ്റഡ്, പ്ലാന്റഡ് ആൻഡ് കൾട്ടിവേറ്റഡ്. അങ്ങനെ അതിനുശേഷം കഴിക്കാൻ പറ്റുന്ന പഴങ്ങളുടെ വിത്തുകൾ അവർ കളക്ട് ചെയ്യുകയും അത് പ്ലാന്റ് ചെയ്യുകയും അത് കൃഷി ചെയ്യാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. ഇൻ ദ ഏർലി ഡേയ്സ് വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ് ആൻഡ് ട്യൂബേഴ്സ് വർ കൾട്ടിവേറ്റഡ്. ആദ്യകാലങ്ങളിലൊക്കെ ഗോതമ്പും പിന്നെ ബാർലിയും ഒക്കെ ആയിരുന്നു, പിന്നെ ചില കിഴങ്ങുകളൊക്കെ ആയിരുന്നു അവർ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഹ്യൂമൻ സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ മെയിൻലി ഓൺ റിവർ ബാങ്ക്സ് വേർ ദ എസെൻഷ്യൽ വാട്ടർ ആൻഡ് ഫെർട്ടൈൽ സോയിൽ വർ അവൈലബിൾ. മനുഷ്യർ ആദ്യമായിട്ട് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയത് നദികളുടെ തീരത്തായിരുന്നു. കാരണം അവിടെ അവർക്ക് നല്ല വെള്ളം ലഭിക്കുകയും അതുപോലെ ഫെർട്ടൈൽ ആയിട്ടുള്ള വളക്കൂറുള്ള മണ്ണുമായിരുന്നു അതിനടുത്തുള്ളത്. അപ്പോൾ അവിടെയാണ് അവർ കൃഷികളൊക്കെ തുടങ്ങാനായിട്ട് തുടങ്ങിയത്. ഫോളോയിങ് ദിസ് പീപ്പിൾ ഹു വാണ്ടേഡ് ഇൻ സെർച്ച് ഓഫ് ഫുഡ് ബിഗാൻ ടു സെറ്റിൽ നിയർ ദ ഫാംസ്. അതുകൊണ്ട് തന്നെ അവർ അവിടെ തന്നെ സ്ഥിരതാമസമാക്കാനായിട്ടും, അതായത് നദീതീരങ്ങളിൽ സ്ഥിരതാമസമാക്കാനായിട്ടും അവിടെ കൃഷി ചെയ്യാനായിട്ടും തുടങ്ങി. ഇനി അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് അഡ്വാൻറ്റേജസ് മൈറ്റ് ദേ ഹാവ് ഹാഡ് ബൈ സെറ്റിലിംഗ് നിയർ ദ അഗ്രികൾച്ചറൽ സൈറ്റ്സ്. അവർക്ക് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ താമസമാക്കാൻ തുടങ്ങിയതുകൊണ്ട് എന്തൊക്കെ മെച്ചങ്ങളാണ് അവർക്കുണ്ടായത്? ദേ കുഡ് പ്രൊട്ടക്ട് ദ അഗ്രികൾച്ചറൽ സൈറ്റ്സ്. അവർക്ക് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാനായിട്ട് സാധിച്ചു. ദർ വാസ് നോ നീഡ് ടു വാണ്ടർ അറൗണ്ട് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നില്ല. അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ്. ഭക്ഷണത്തിൻ്റെ ലഭ്യത കൂടി വർദ്ധിച്ചു അല്ലെങ്കിൽ അധികരിച്ചു. ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ്. അവർക്ക് വിശ്രമിക്കാനായിട്ട് കുറച്ചുകൂടെ അധിക സമയം ലഭിച്ചു. ടൈംഡ് ആനിമൽസ്. മൃഗങ്ങളെ കുറച്ചുകൂടെ ഇണക്കി വളർത്താനായിട്ട് അവർക്ക് സാധിച്ചു. പിന്നെ സ്റ്റാർട്ടഡ് സോഷ്യൽ ലൈഫ്. സാമൂഹിക ജീവിതം അതിലൂടെ ആരംഭിച്ചു. ഇനി നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഹൗ മൈറ്റ് റിവർ ബാങ്ക്സ് ഹാവ് ഹെൽപ്ഡ് ഏർലി ഹ്യൂമൻസ് ടു സെറ്റിൽ? ഡിസ്കസ്. നദീതീരങ്ങളിൽ അവരെ സ്ഥിരതാമസമാക്കാനായിട്ട് സഹായിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ അഗ്രികൾച്ചർ. കൃഷിക്കായിട്ട് വേണ്ടുന്ന ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് നദീതീരങ്ങളിൽ ഉണ്ടായിരുന്നു. അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ജലത്തിൻ്റെ ലഭ്യത. ഫെർട്ടൈൽ സോയിൽ. വളക്കൂറുള്ള മണ്ണ്. ഫേവറബിൾ ക്ലൈമറ്റ്. അനുയോജ്യമായ കാലാവസ്ഥ. അനിമൽസ് വർ ടേംഡ് ആൻഡ് റെയ്ഡ്. മൃഗങ്ങളെ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. പ്ലന്റി ഓഫ് ഫുഡ്. ഇഷ്ടംപോലെ ഭക്ഷണം ലഭിക്കാൻ തുടങ്ങി. ട്രാൻസ്പോർട്ടേഷൻ ആക്കാനായിട്ട് പറ്റി. പ്രൊട്ടക്ഷൻ ഫ്രം എനിമീസ്. അതായത് ശത്രുക്കളെ, അതായത് വൈൽഡ് ആനിമൽസിൽ നിന്നൊക്കെയുള്ള പ്രൊട്ടക്ഷന് അവർക്ക് ലഭിച്ചു. സ്റ്റോറേജ് ഓഫ് ഫുഡ് ഐറ്റംസ്. ഇനി അവർ കൃഷി ചെയ്ത ഫുഡ് ഐറ്റംസ് ഒക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തത് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഏർലി ഹ്യൂമൻസ് ഗ്യാതർഡ് ദെയർ ഫുഡ് ഓൺലി ഫോർ ദെയർ ഡേ ടു ഡേ ലൈഫ്. ആദ്യകാലത്തൊക്കെ മനുഷ്യർ അവർക്ക് വേണ്ട ഭക്ഷണം അന്നേക്കുള്ള ഭക്ഷണം മാത്രമായിരുന്നു ശേഖരിച്ചിരുന്നത്. ബട്ട് വിത്ത് ദ അഡ്വാൻസ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഹ്യൂമൻസ് ഗോട്ട് മോർ ഫുഡ് ദാൻ ദേ നീഡ്. പക്ഷേ കൃഷിയുടെ ഡെവലപ്മെൻറ്റോട് കൂടിയിട്ട് വികാസത്തോട് കൂടിയിട്ട് എന്തായി മക്കളെ, അവർക്ക് ആവശ്യമുള്ളതിലേറെ ഭക്ഷണം ലഭിക്കാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ലഭിക്കാനായിട്ട് തുടങ്ങി. സ്പെഷ്യൽ ഫെസിലിറ്റീസ് വെർ നീഡഡ് ടു സ്റ്റോർ വാട്ട് വാസ് ലെഫ്റ്റ് ഓവർ ആഫ്റ്റർ ദ ഡെയിലി റിക്വയർമെൻറ്റ്. അപ്പോൾ എല്ലാ ദിവസവും അവർ ഉപയോഗിച്ച് ബാക്കിയുള്ള സംഭവങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ആവശ്യം വന്നു തുടങ്ങി. വാട്ട് വുഡ് ദേ ഹാവ് യൂസ്ഡ് ടു സ്റ്റോർ എക്സസ് ഫുഡ്. ഇങ്ങനെയുള്ള അധിക ഭക്ഷണം, അധിക ഫുഡ് എങ്ങനെയൊക്കെ ആയിരിക്കും അവർ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക? പോട്രിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബാഗ്സ് മെയ്ഡ് ഓഫ് ആനിമൽ സ്കിന്ന്. മൃഗങ്ങളുടെ തോല് കൊണ്ടുണ്ടാക്കിയ ബാഗുകളിൽ. ബാസ്ക്കറ്റ്സ് മെയ്ഡ് ഓഫ് ബാംബൂ റീഡ്. ഈ നമ്മുടെ മുളയുടെ ഈ ഈറ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബാസ്ക്കറ്റുകളിൽ. പിന്നെ വുഡൻ വെസൽസിൽ, അതായത് മരങ്ങൾ കൊണ്ടുള്ള വെസൽസിൽ. അണ്ടർഗ്രൗണ്ട് പിറ്റിൽ, അതായത് മണ്ണിൽ കുഴി കുഴിച്ചിട്ട് അതിൽ. ആനിമൽ ഷെല്ല്, മൃഗങ്ങളുടെ ഷെല്ലുകളിൽ. ക്ലേ പോട്ട്, മൺപാത്രങ്ങളിലൊക്കെ അവർ എക്സസ് ഫുഡ് സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. As we know, mud brick dissolves in water, but humans understood that if soil is kneaded, molded
and baked into pots. Water can be collected and boiled in them. അപ്പോൾ ഇവിടെ അവർ എന്താണ്, നമുക്കറിയാം മണ്ണ്, കളിമണ്ണൊക്കെ എന്താണ്, മണ്ണും മൺകട്ടയൊക്കെ വെള്ളത്തിൽ ലയിക്കും അല്ലേ, വെള്ളത്തിൽ അലിഞ്ഞു പോകും. പക്ഷേ അത് കുഴച്ച് നല്ല മോൾഡ് ചെയ്തിട്ട് ഒരു പോട്ടാക്കി എടുത്താൽ, എന്താണ് ചട്ടി കലമൊക്കെ ആക്കി എടുത്താൽ അതിലവർക്ക് വെള്ളവും സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാമെന്ന് മനുഷ്യർക്ക് ലേറ്റർലി മനസ്സിലായി. In earlier days, pottery was made by kneading clay with hand. ആദ്യമൊക്കെ കളിമണ്ണ് കൈകൊണ്ട് കുഴച്ചായിരുന്നു പോട്രി അവർ ഉണ്ടാക്കിയിരുന്നത്. As agriculture became widespread, earthenware of various types and sizes were needed to store grains. അപ്പോൾ അങ്ങനെ അഗ്രികൾച്ചർ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സമയത്ത് അവർക്ക് ധാന്യങ്ങളും മറ്റുമൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് കുറച്ചുകൂടെ വലിയ സൈസിലുള്ള എന്താണ് സാധനങ്ങളും ഉപകരണങ്ങൾ വേണ്ടി വന്നു. ദേ വെർ ഓൾസോ യൂസ്ഡ് ഫോർ കുക്കിംഗ് ഫുഡ്. അത് അവരെന്താണ് ഫുഡ് കുക്ക് ചെയ്യാനും അവർക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. The discovery of the wheel to make pottery was a major turning point in human history. അപ്പോൾ ഈ അവസരങ്ങളിലാണ് അവരെന്ത് കണ്ടുപിടിക്കുന്നത്, വീൽസ്, ചക്രങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ചക്രം തിരിച്ച് വലിയ വലിയ പാത്രങ്ങൾ, മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാം എന്നുള്ളത് ഹ്യൂമൻ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. This led to the spread of pottery. There is the evidence of granaries constructed in early times to store food grains. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡ് ഗ്രെയിൻസ്, ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുന്ന ധാന്യപ്പുരകൾ, ഗ്രാനറീസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിനും എവിഡൻസസ് പറയുന്നുണ്ട്. ഇനി എന്താണ് ഗ്രാനറി എന്ന് നോക്കാം. ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓഫ് ഹരപ്പൻ സിവിലൈസേഷൻ വാസ് എ റിവർ വാലി സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. അപ്പോൾ പുരാതന ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു സിവിലൈസേഷൻ ആയിരുന്നു ഹരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. One of the most important features of this civilization is the granary. ഈ സിവിലൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ് ഫീച്ചർ ആയിരുന്നു ഗ്രാനറി എന്ന് പറയുന്നത്. They were built of bricks. Grains were brought from distant villages and stored in these granaries. അവർ ഈ ഗ്രാനറീസ് ഒക്കെ ബ്രിക്സ് വെച്ചിട്ട്, ഇഷ്ടികകളും കട്ടകളൊക്കെ വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇതെന്തിനായിരുന്നു യൂസ് ചെയ്തിരുന്നത്? വേറെ വില്ലേജിൽ നിന്ന് കൊണ്ടുവരുന്നതും അതും അവിടെ നിന്ന് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഗ്രെയിൻസും കാര്യങ്ങളും, അരിയും ഗോതമ്പും ബാർലിയും തുടങ്ങിയിട്ടുള്ള ഗ്രെയിൻസ് ഒക്കെ സൂക്ഷിച്ചു വെക്കാനായിരുന്നു അവർ ഈ ഗ്രാനറീസ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ സിവിലൈസേഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ലേറ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുണ്ട്, 6th പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് വെസൽസ് ആർ യൂസ്ഡ് ഇൻ യുവർ ഹോം ഫോർ കുക്കിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഫുഡ്? നിങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്യാനും അതുപോലെ ഭക്ഷണം സൂക്ഷിച്ചു വെക്കാനൊക്കെ യൂസ് ചെയ്യുന്ന വെസൽസ് എന്തൊക്കെയാണ്, പാത്രങ്ങളൊക്കെ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എർത്തൻ വെസൽസ് ഉണ്ട്, പിന്നെ ക്ലേ വെസൽസ്, കളിമണ്ണ് കൊണ്ടുള്ള വെസൽസ് ഉണ്ട്, അലൂമിനിയം ഉണ്ട്, സ്റ്റീൽ വെസൽസ് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, കോപ്പർ ഉണ്ട്, ബ്രോൺസ് ഉണ്ട് അല്ലേ. ഇതെല്ലാം നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ്. ഇനി ഇവർ പരസ്പരം ഫുഡ് ഐറ്റംസും മറ്റു കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിരുന്നു, കൈമാറ്റം ചെയ്തിരുന്നു. ഡിഡ് ഏർലി ഹ്യൂമൻ സിംപ്ലി സ്റ്റോർ എക്സസ് ഫുഡ് ഐറ്റംസ് ഫോർ ലേറ്റർ യൂസ് ഓൺലി? ആദ്യകാലത്തുള്ള മനുഷ്യർ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ പിന്നൊരു സമയത്തേക്ക് മാറ്റിവെക്കുക മാത്രമായിരുന്നോ ചെയ്തിരുന്നത്? No, അല്ലെ. The excess food was not only stored for later use but also exchanged with those in need. അങ്ങനെ മാത്രമല്ല ചെയ്തിരുന്നത്, ആവശ്യമുള്ള ആളുകൾക്ക് അവർ കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. How could such exchanges have taken places? ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചസ് എങ്ങനെയായിരുന്നു നടന്നിരുന്നത്? In order to get what they needed, each one exchanged the goods they had stored with others. ഒരാൾ അവരുടെ കയ്യിലുള്ള ഫുഡ് ഐറ്റംസ് മറ്റൊരാൾക്ക് അയാളുടെ കയ്യിലില്ലാത്ത ആ ഫുഡ് അയാളുടെ കയ്യിലില്ലാത്ത ആളുകൾക്ക് ഷെയർ ചെയ്യുകയും അവരുടെ കയ്യിലുള്ളത്, ഇവർക്ക് ആവശ്യമുള്ളത് അവരുടെ പക്കലിൽ നിന്ന് വാങ്ങുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഈ സിസ്റ്റത്തെയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയാം. എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ സൗത്ത് ഇന്ത്യ. ഇനി സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ലിറ്റററി വർക്ക്സ് ഓഫ് ദ സാങ്കം ഏജ് indicates that exchange of food items existed in South India about 1500 years ago. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുൻപ് തന്നെ സൗത്ത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസിന്റെ എക്സ്ചേഞ്ച് നടന്നിരുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പീപ്പിൾ ഇൻ ഈച്ച് റീജിയൻ എക്സ്ചേഞ്ച്ഡ് ദ ഫുഡ് ദേ കളക്റ്റഡ് വിത്ത് ദോസ് ഇൻ അതർ റീജിയൻസ് ആൻഡ് റിസീവ്ഡ് വാട്ട് ദേ നീഡഡ് ഫ്രം ദം. അപ്പോൾ ഒരു ഭാഗത്തുള്ള ആളുകൾ അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മറ്റൊരാളിലേക്ക്, അതായത് അത് ആവശ്യമുള്ള ആളിലേക്ക് കൊടുക്കുകയും അയാളുടെ കയ്യിലുള്ളത്, ഇയാൾക്ക് ആവശ്യമുള്ളത് തിരികെ വാങ്ങുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു അത്. ദോസ് ഹു ലിവ്ഡ് ഇൻ കോസ്റ്റൽ ഏരിയാസ് എക്സ്ചേഞ്ച്ഡ് ഡ്രൈ ഫിഷ് ആൻഡ് സോൾട്ട് വിത്ത് ദോസ് ഇൻ അതർ ഏരിയാസ്. അപ്പോൾ നമ്മുടെ തീരപ്രദേശത്തൊക്കെ ജീവിക്കുന്ന ആളുകളുടെ ഉണക്കമീനും അതുപോലെ ഉപ്പും ഒക്കെ മറ്റുള്ളവർക്ക് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇൻസ്റ്റെഡ് അതർ ഫുഡ് ഐറ്റംസ് ആൻഡ് റിസോഴ്സസ് ഫ്രം ദ ഫോറസ്റ്റ് വർ അക്സെപ്റ്റഡ് ഫ്രം അതേഴ്സ്. എന്നിട്ട് അതിന് പകരമായിട്ട് അവർക്കില്ലാത്ത
മറ്റു കാര്യങ്ങൾ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുകയും ചെയ്യും. ദി പീപ്പിൾ ഇൻ ഫോറസ്റ്റ് ഏരിയാസ് എക്സ്ചേഞ്ച്ഡ് ഫോറസ്റ്റ് റിസോഴ്സസ് ടു ദോസ് ഇൻ അതർ ഏരിയാസ്. ഇതുപോലെ തന്നെ കാട് ഭാഗത്ത് താമസിച്ചിരുന്നവരും മറ്റുള്ളവർക്ക് മറ്റ് ഏരിയകളിൽ താമസിച്ചിരുന്നവരിലേക്കും ഇത്തരത്തിൽ ഫുഡ് എക്സ്ചേഞ്ച് നടത്തിയിരുന്നു. The people lived in the plains exchanged their agricultural products with those living in other areas. അതുപോലെ തന്നെ എന്താണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഉള്ളവരും ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യുമായിരുന്നു. System of exchange. Before the introduction of the system of coinage, there was a practice of exchanging goods with each other. This method of exchange is known as barter system. അപ്പോൾ കോയിൻസ് അല്ലെങ്കിൽ പണങ്ങൾ രൂപ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആയിരുന്നു ഇത്തരത്തിൽ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ എന്താ പറയുക ഒബ്ജക്ട്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗൂഡ്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിരുന്ന സിസ്റ്റത്തെയാണ് സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. Such exchanges brought out many changes in society. ഈ ഒരു എക്സ്ചേഞ്ച് സിസ്റ്റം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ലെഡ് ടു ദ ട്രേഡ് ആൻഡ് ഇവൻച്വലി മാർക്കറ്റ്സ് വർ ഫോംഡ്. ഇത്തരത്തിലുള്ള ഗുഡ്സിന്റെ എക്സ്ചേഞ്ച് കൊണ്ടാണ് വ്യാപാരങ്ങളും ലേറ്റർലി മാർക്കറ്റ്സും ഒക്കെ ഉണ്ടായത്. മാർക്കറ്റ്സ് വർ ഡെവലപ്ഡ് ഇൻ ടു ട്രേഡിംഗ് സെന്റേഴ്സ്. ഈ മാർക്കറ്റുകളൊക്കെ ട്രേഡിംഗ് സെന്റേഴ്സ് ആയിട്ട് മാറി, അതായത് വിപണന കേന്ദ്രങ്ങളായിട്ട് മാറി. People went to trading centers to buy and sell goods and these gradually developed into the urban centers. അപ്പോൾ ആളുകൾ ഈ ട്രേഡിംഗ് സെന്റേഴ്സിലേക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ പോവുകയും ഗ്രാജുവലി പതുക്കെ ഈ ഓരോ ട്രേഡിംഗ് സെന്റേഴ്സ് നഗരങ്ങളായിട്ട് നഗരവൽക്കരണത്തിലേക്ക് കാരണമാകുകയും ചെയ്തു. ഇനി അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് അർബൻ സെന്റേഴ്സ്. അർബൻ സെന്റേഴ്സിന്റെ അല്ലെങ്കിൽ നഗരവൽക്കരണത്തിന്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഫ്ലോ ചാർട്ടാണ്. അത് പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്നതിലൂടെ ട്രേഡിംഗ് രൂപപ്പെട്ടു, അതായത് കച്ചവടങ്ങളൊക്കെ രൂപപ്പെട്ടു. പിന്നെ ഇങ്ങനെ ട്രേഡിംഗ് രൂപപ്പെട്ടപ്പോൾ മാർക്കറ്റുകൾ, അതിന് വേണ്ടിയിട്ട് മാർക്കറ്റ്സ് ഉണ്ടായി. ഈ മാർക്കറ്റുകളിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഗമമായിട്ട് കൈമാറ്റം ചെയ്യാനായിട്ട് ട്രേഡിംഗ് സെന്റേഴ്സ് ഉണ്ടായി. അപ്പോൾ ഈ ട്രേഡിംഗ് സെന്റേഴ്സിൽ വന്നിട്ട് സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് അർബൻ സെന്റേഴ്സ് ഉണ്ടായിട്ടുള്ളത്. അതിന് താഴെയായിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ എ കൊളാഷ് ഓൺ ദ ടോപ്പിക് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് അർബൻ സെന്റർ ആൻഡ് എക്സിബിറ്റ് ഇൻ ദ ക്ലാസ് റൂം. ഇത് നിങ്ങളോട് കൊളാഷ് ഉണ്ടാക്കിയിട്ട് ക്ലാസ് റൂമിൽ എക്സിബിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന ആക്ടിവിറ്റിയാണ് കേട്ടോ, എഴുതാനൊന്നുമില്ല കേട്ടോ. എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് അക്രോസ് ലാൻഡ്സ്. ഇനി രണ്ട് ലാൻഡുകൾ തമ്മിലുള്ള ഫുഡ് ഐറ്റംസിന്റെ എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നു പോകുന്നത്. അതായത് വ്യാപാരങ്ങൾ നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്സ് തമ്മിലൊക്കെ ഉള്ള വ്യാപാരങ്ങൾ ഉണ്ടല്ലോ, അതേക്കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് വാസ് നോട്ട് കൺഫൈൻഡ് ടു എനി പെർട്ടിക്കുലർ റീജിയൻ. ദിസ് എക്സ്ചേഞ്ച് സ്പ്രെഡ് അക്രോസ് ദ ലാൻഡ്സ്. അപ്പോൾ ഈ ഫുഡിന്റെ എക്സ്ചേഞ്ച് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. അത് അക്രോസ് ലാൻഡ്സ്, രണ്ട് കരകൾ തമ്മിലുള്ള തമ്മിലും ഈ എക്സ്ചേഞ്ച് നടക്കുകയുണ്ടായി. Since early times, we had exchange of goods with distant lands. These exchanges were mainly with the Romans, the Chinese, the Arabs, ദ പേർഷ്യൻസ് ആൻഡ് ദ ജ്യൂസ്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് ഡിസ്റ്റൻറ്റ് ലാൻഡ്സ് തമ്മിൽ ഒരുപാട് അകലെയുള്ള, അതായത് ദൂരെയുള്ള ലാൻഡിലേക്കായിരുന്നു നമ്മളുടെ ഗുഡ്സിൻ്റെ എക്സ്ചേഞ്ച് നടത്തിയിരുന്നത്. എങ്ങോട്ടൊക്കെയായിരുന്നു? റോമൻസുമായിട്ട്, ചൈനീസുമായിട്ട്, അറബികളുമായിട്ട്, പിന്നെ അതുപോലെ പേർഷ്യൻസുമായിട്ട്, ജൂതന്മാരുമായിട്ടൊക്കെ ആയിരുന്നു ഈ എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ സ്പൈസസ് ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദം. ഇവിടെ നമുക്ക് കുറച്ച് സ്പൈസസിനെ പിക്ചർ തന്നിട്ടുണ്ട്, അതായത് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉണ്ടല്ലോ അത് തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏർലി ടൈംസിലൊക്കെ അക്രോസ് ഡിസ്റ്റൻറ്റ് ലാൻഡ്സ് തമ്മിലുള്ള എക്സ്ചേഞ്ച് നടന്നു എന്ന് പറഞ്ഞു അല്ലേ. ആ സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് എക്സ്ചേഞ്ച് നടന്നിരുന്നത് ഏറെക്കുറെ ഈ സ്പൈസസിനായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്പൈസസിനെ കുറിച്ച് ഒരു നോട്ട്സ് നോക്കാം. ഓരോന്നിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യത്തെ സ്പൈസ് എന്ന് പറയുന്നത് പെപ്പറാണ്, നമ്മുടെ കുരുമുളക്. നോൺ ആസ് ദ കിങ് ഓഫ് സ്പൈസസ്, സ്പൈസസുകളുടെ കിങ് എന്നാണ് ഈ പെപ്പർ അറിയപ്പെടുന്നത്. പെപ്പർ ഈസ് നേറ്റീവ് ടു സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയാണ് പെപ്പറിന്റെ ഉത്ഭവ രാജ്യം എന്ന് പറയുന്നത് കേട്ടോ. പെപ്പേഴ്സ് ആർ റിച്ച് ഇൻ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇതെല്ലാം പെപ്പറിലുണ്ട്. ദ ഹോട്ട്നെസ് ഓഫ് പെപ്പർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പെപ്പറിൻ. പെപ്പറിൻ എന്ന് പറയുന്ന ഒരു വസ്തുവിന്റെ പ്രസൻസ് കൊണ്ടാണ് പെപ്പറിന് ഹോട്ട്നെസ്, അത്രയ്ക്ക് എരിവ് തോന്നുന്നത്. പെപ്പർ ഈസ് യൂസ്ഡ് ടു ആഡ് ഫ്ലേവർ ആൻഡ് അരോമ ടു ഫുഡ് ആൻഡ് മെഡിസിനലി. അപ്പോൾ ഭക്ഷണ വസ്തുക്കളിലേക്കൊക്കെ ഫ്ലേവറും അതുപോലെ സുഗന്ധവും ഒക്കെ നൽകുന്നതിനാണ് പെപ്പർ യൂസ് ചെയ്യുന്നത്. പെപ്പർ ഈസ് ദ നമ്പർ 1 സ്പൈസ് ഇൻ ദ ഇന്റർനാഷണൽ മാർക്കറ്റ്.
അടുത്ത സ്പൈസ് സിനമൺ ആണ്. സിനമൺ എന്ന് വെച്ചാൽ നമ്മുടെ കറുവപ്പട്ട കേട്ടോ. സിനമൺ ഈസ് എ സ്പൈസ് ദാറ്റ് കംസ് ഫ്രം ദ ബാർക്ക് ഓഫ് ട്രീസ്. അപ്പോൾ മരത്തിൻ്റെ തോലാണ് എന്ത് നമ്മുടെ കറുവപ്പട്ടയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് യൂസ്ഡ് ടു മേക്ക് ഫുഡ് ടേസ്റ്റ് ആൻഡ് ഡെലീഷ്യസ്. ഭക്ഷണം സ്വാദിഷ്ടമാക്കാനായിട്ട് നമ്മൾ സിനമൺ യൂസ് ചെയ്യുന്നുണ്ട്. കേരള ഹാസ് ദ ഓൾഡസ്റ്റ് പ്ലാന്റേഷൻ ഓഫ് സിനമൺ ട്രീസ് ഇൻ ദ വേൾഡ്. ദിസ് ആൻഷ്യൻ സിനമൺ പ്ലാന്റേഷൻ ഇസ് ലൊക്കേറ്റഡ് അറ്റ് അഞ്ചരക്കണ്ടി ഇൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള സിനമൺ ട്രീ എവിടെയാണുള്ളത്? കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് കേട്ടോ. മൂന്നാമത്തെ സ്പൈസ് വരുന്നത് കാർഡമം ആണ്. അതായത് നമ്മളുടെ ഏലക്കായ ഉണ്ടല്ലോ അത് കേട്ടോ. കാർഡമം ഈസ് നോൺ ആസ് ദ ക്വീൻ ഓഫ് സ്പൈസസ്. ക്വീൻ ഓഫ് സ്പൈസസ് എന്നാണ് നമ്മുടെ ഏലക്ക അറിയപ്പെടുന്നത്. കാർഡമം ഈസ് എ സ്പെഷ്യൽ സ്പൈസ് ദാറ്റ് മേക്സ് മെനി ഫുഡ്സ് ആൻഡ് ഡ്രിങ്ക്സ് ടേസ്റ്റ് വണ്ടർഫുൾ. ഇറ്റ് ഹാസ് എ മാജിക്കൽ സ്മെൽ ആൻഡ് ഫ്ലേവർ. Widely cultivated in Kerala and Assam. Cardamom is native to Indonesia and the Indian subcontinent. നെക്സ്റ്റ് സ്പൈസ് വരുന്നത് നട്ട്മെഗ് ആണ്. നട്ട്മെഗ് എന്ന് വെച്ചാൽ നമ്മുടെ ജാതിക്ക ഉണ്ടല്ലോ മക്കളെ, ജാതിക്കയ്ക്കാണ് നട്ട്മെഗ് എന്ന് പറയാം കേട്ടോ. നട്ട്മെഗ് ഈസ് എ സ്പൈസ് ഫുൾ ഓഫ് മെഡിസിനൽ പ്രോപ്പർട്ടീസ്. ഒരു ഔഷധ മൂല്യമടങ്ങിയ ഒരു സ്പൈസ് കൂടെയാണ് നട്ട്മെഗ്. Nutmeg tree grows abundantly in Karnataka and the areas along the western ghats of Kerala. There are historical records that the Arabs bought nutmeg from India in large quantities during the medieval period. അപ്പോൾ medieval periodൽ അറബികൾ നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് നട്ട്മെഗ് കയറ്റി അയച്ചിരുന്നു എന്നുള്ള ഹിസ്റ്ററി കൂടി ഈ നട്ട്മെഗിൻ്റെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിലുണ്ട് കേട്ടോ. നട്ട്മെഗ് ഈസ് യൂസ്ഡ് ഫോർ ഫ്ലേവറിംഗ് ഫുഡ് ആൻഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് പെർഫ്യൂംസ് ആൻഡ് മെഡിസിൻ. അപ്പോൾ പെർഫ്യൂമിൻ്റെയും മെഡിസിൻസിൻ്റെയും ഒക്കെ മാനുഫാക്ചറിലും എന്തിനാണ് മാനുഫാക്ചറിന് അതിന് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതുപോലെ ഫുഡിന് ഫ്ലേവറിങ് കൊടുക്കുന്നതിലൊക്കെ നട്ട്മെഗ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അടുത്തൊരു സ്പൈസാണ് ക്ലോവ്സ്. ക്ലോവ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമ്പു ഇല്ലേ, ഗ്രാമ്പു കേട്ടോ. ക്ലോവ് ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്പൈസ് ഇൻ ദ ഇന്റർനാഷണൽ മാർക്കറ്റ്. ക്ലോവ്സ് ആർ ഗ്രോൺ മെയിൻലി ഇൻ കേരള ആൻഡ് തമിഴ്നാടു. ദ ചൈനീസ് വർ ദ ഫസ്റ്റ് യൂസ് ക്ലോവ്സ് ആസ് എ സ്പൈസ്. അപ്പോൾ ആദ്യമായിട്ട് ക്ലോവ്സ് സ്പൈസായിട്ട് യൂസ് ചെയ്തത് ചൈനീസുകാരാണ്. ക്ലോവ് ഫ്ലവർ ബഡ്സ് ആർ ഡ്രൈഡ് ആൻഡ് യൂസ്ഡ് ആസ് എ സ്പൈസ്. Cloves contain protein, iron, fat, starch, calcium and phosphorus. നെക്സ്റ്റ് ഒരു എന്താ പറയുക സ്പൈസാണ് ജിഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചി. ജിഞ്ചർ ഈസ് യൂസ്ഡ് ആസ് മെഡിസിൻ ആൻഡ് സ്പൈസ്. അതും ജിഞ്ചറും നമ്മൾ മെഡിസിനും സ്പൈസും ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ജിഞ്ചർ ഈസ് ബിലീവ്ഡ് ടു ബി നേറ്റീവ് ടു ഇന്ത്യ ഓർ മലേഷ്യ. ജിഞ്ചർ ഈസ് കൾട്ടിവേറ്റഡ് മെയിൻലി ഇൻ ഏഷ്യ. More than half of the ginger produced in India is grown in Kerala. Okay. ഇനി നമുക്ക് ബാക്കി നോക്കാം. The spices that were exchanged mainly from India with other lands were black pepper, cardamom, ginger, cloves and cinnamon. അപ്പോൾ കുരുമുളക്, ഏലക്കായ, ഇഞ്ചി, പിന്നെ ഗ്രാമ്പു തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ മറ്റ് ലാൻഡ്സിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സ്പൈസസ് കേട്ടോ. ഓഫ് ദിസ് ബ്ലാക്ക് പെപ്പർ വിച്ച് വാസ് ഓൾസോ നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ് ബിക്കം ദ ഫോറിനേഴ്സ് ഫേവറേറ്റ്. അപ്പോൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതിൽ വൈദേശികളുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്പൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് പെപ്പർ ആണ്, കുരുമുളകാണ്. അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ സ്പൈസസ് ദാറ്റ് ആർ കൾട്ടിവേറ്റഡ് ഇൻ യുവർ റീജിയൻ. നിങ്ങളുടെ പ്രദേശത്ത് എന്താ പറയുക കൃഷി ചെയ്യുന്ന സ്പൈസസ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് പലരുടെ പ്രദേശത്തും പലതായിരിക്കും. അത് ഏതൊക്കെയാണോ അത് എഴുതി കൊടുക്കുക കേട്ടോ. It was the expansion of trade that led to the exchange of food items between distant lands. The pictures of some of the food items that became popular in India as a result of such exchanges are given below. ഈ ഫുഡ് ഐറ്റംസിൻ്റെ എക്സ്ചേഞ്ച് കാരണം അല്ലെങ്കിൽ ട്രേഡിങ് കാരണം പല നാടുകളിലുള്ള സാധനങ്ങളും നമ്മുടെ ഇന്ത്യയിലും അതുപോലെ നമ്മുടെ ഇന്ത്യയിലുള്ളത് മറ്റ് നാടുകളിലൊക്കെ എന്തായിട്ടുണ്ട് ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫോറിൻ ലാൻഡ്സിൽ നിന്ന് വന്ന് നമ്മുടെ ഇന്ത്യയിൽ ഇടം പിടിച്ച കുറച്ച് സാധനങ്ങളാണ് ഇത് അവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഗുവ, പപ്പായ, പൈനാപ്പിൾ, കാഷ്യൂനട്ട്, ടാപ്പിയോക്ക, പൊട്ടറ്റോ തുടങ്ങിയവ. Aren't you familiar with all the food items shown in the picture? Do these food items have their origin in our land? Find out. അപ്പോൾ ഈ ഫുഡ് ഐറ്റംസിൻ്റെ ഒറിജിൻ എവിടെയാണ്, ഇവയുടെ ഉത്ഭവസ്ഥാനം, ഏത് സ്ഥലത്താണ് ഇവ ഉണ്ടായിട്ടുള്ളത് ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വെറുതെ എഴുതിയാൽ പോരാ, പിന്നെ എങ്ങനെ എഴുതേണ്ടത്? ലെറ്റ്സ് മേക്ക് ഐഡൻറ്റിറ്റി കാർഡ്. ഇതുപോലെ നമുക്ക് ഗുവയെ കുറിച്ച് അവിടെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് തന്നിട്ടുണ്ട്. അതുപോലെ ബാക്കി വിഭവങ്ങളെ കുറിച്ചും ചെയ്യണം കേട്ടോ. അപ്പോൾ ഗുവ ബർത്ത് പ്ലേസ് മെക്സിക്കോ ആണ്. ആപ്പിൾ ഓഫ് ട്രോപ്പിക്സ് എന്നറിയപ്പെടുന്നുണ്ട്. ബ്രോട്ട് ടു ഇന്ത്യ ബൈ ദ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് ഗുവ കൊണ്ടുവന്നത്. കണ്ടെയ്ൻസ് വൈറ്റമിൻ എ, ബി ആൻഡ് സി. ഓക്കെ. ഇനി ഇതുപോലെ മറ്റുള്ളവ കൂടി എഴുതാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്.
ആദ്യം നമുക്ക് ടാപ്പിയോക്കയുടെ നോക്കാം. നമ്മുടെ ടാപ്പിയോക്ക എന്ന് വെച്ചാൽ അറിയാലോ, പൂള, കപ്പ. ഓക്കെ, ബർത്ത് പ്ലേസ് സൗത്ത് അമേരിക്കയാണ്. ഓൾസോ നോൺ ആസ് കസാവ is a short duration crop cultivated in most countries such as South America, Africa, Indonesia and India. Tapioca was brought to Kerala and popularized by Vishagam Tirunal Maharaja who ruled Travancore. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവായിരുന്ന വിശാഖം തിരുനാൾ മഹാരാജയാണ് ആദ്യമായിട്ട് ടാപ്പിയോക്ക നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. The high yielding tapioca, first discovered by the Central Tuber Crops Research Institute, Thiruvananthapuram, was named Sri Vishakam to perpetuate the memory of Sri Vishakam Tirunal. ഇനി നെക്സ്റ്റ് ഫ്രൂട്ട് പപ്പായയാണ്. പപ്പായയുടെ ബർത്ത് പ്ലേസ് അമേരിക്കയാണ്. പപ്പായ ഈസ് നൗ കൾട്ടിവേറ്റഡ് ഇൻ മോസ്റ്റ് ട്രോപ്പിക്കൽ കൺട്രീസ്. Papaya has high nutritional values. Papaya is rich in iron, calcium, vitamin A, B, C, etc. നെക്സ്റ്റ് ഫ്രൂട്ട് പൈനാപ്പിൾ ആണ്. പൈനാപ്പിളിൻ്റെ ബർത്ത് പ്ലേസ് ബ്രസീലാണ്. ഇറ്റ് ഇസ് നോൺ ആസ് ഹെവൻലി ഫ്രൂട്ട്. പൈനാപ്പിൾ കൾട്ടിവേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഇന്ത്യ ബൈ പോർച്ചുഗീസ്. പൈനാപ്പിൾ ഈസ് ഗുഡ് ഫോർ ഡൈജഷൻ. നെക്സ്റ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് കാഷ്യൂനട്ട് ആണ്. ഇറ്റ്സ് ബർത്ത് പ്ലേസ് ഈസ് ബ്രസീൽ. കാഷ്യൂ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഇന്ത്യ ബൈ ദ പോർച്ചുഗീസ്. പൈനാപ്പിളിനെ പോലെ തന്നെ കാഷ്യൂവും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കണ്ണൂർ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കാഷ്യൂസ് ഇൻ കേരള. Cashew based industries are mostly in Kollam district. Cashew nuts are rich in calcium, iron, magnesium, fiber, etc. Next, potato. Potatoയുടെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് പെറു ആണ്. Potato is the most familiar and edible tuber crop. Potato is a food item rich in protein and starch. Exchange of food items is going on. ഇന്നും ഈ ഫുഡ് ഐറ്റംസിൻ്റെ എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ട്രേഡ്, പീപ്പിൾ travel to different parts of the world for employment, education, leisure, etc., making this exchange more widespread. അപ്പോൾ നമ്മുടെ ട്രേഡിന് വേണ്ടി മാത്രമല്ലാതെ ഇന്നത്തെ കാലത്ത് ട്രാവലിന് വേണ്ടിയിട്ട്, അതുപോലെ ജോലിക്ക് വേണ്ടിയിട്ട്, എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, പിന്നെ വെറുതെ ലക്ഷ്യം നമ്മുടെ ട്രിപ്പൊക്കെ പോകുന്ന രീതിയിൽ ഉത്സാഹത്തിന് വേണ്ടിയിട്ട്, എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലാൻഡ് ടു ലാൻഡ് അക്രോസ് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, എക്സ്ചേഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ട്രേഡിങ് മാത്രമല്ല ഇന്നത്തെ കാലത്ത് ലാൻഡ് ടു ലാൻഡ് ഉള്ള കോണ്ടാക്ട് അല്ലെങ്കിൽ കണക്ഷൻ ഉള്ളത്. നമുക്കിവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡിഡ് ദ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ലീഡ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ബിറ്റ്വീൻ ഡിസ്റ്റന്റ് ലാൻഡ്സ്? രണ്ട് ഡിസ്റ്റന്റ് ലാൻഡ്സ് തമ്മിലുള്ള, അതായത് വിദൂരത്ത് കിടക്കുന്ന ദൂരെയുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള എന്താ പറയുക, ഫുഡിൻ്റെ എക്സ്ചേഞ്ചിൽ നമ്മുടെ ട്രേഡിങ്, കച്ചവടം എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് ചോദ്യം. The exchange of food items was not confined to any particular region. ഈ ഫുഡ് ഐറ്റംസിൻ്റെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിൽ മാത്രം നിൽക്കുന്നതായിരുന്നില്ല. ദിസ് എക്സ്ചേഞ്ച് സ്പ്രെഡ് അക്രോസ് ദ ലാൻഡ്സ്. ഈ എക്സ്ചേഞ്ച്, ഫുഡിൻ്റെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വിവിധ ലാൻഡ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ട്. ദ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് ഗോയിങ് ഓൺ. ഇന്നും ഈ ഫുഡ് ഐറ്റംസിൻ്റെ എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇൻ അഡീഷൻ ടു ട്രേഡ്, പീപ്പിൾ ട്രാവൽ ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഫോർ എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ലെഷർ, എക്സെട്ര, മേക്കിംഗ് ദിസ് എക്സ്ചേഞ്ച് മോർ വൈഡ് സ്പ്രെഡ്. അപ്പോൾ എക്സ്ചേഞ്ചിന് പുറമെ, ട്രേഡിങ്ങിന് പുറമെ ആയിട്ട് ഇന്നത്തെ കാലത്ത് എംപ്ലോയ്മെൻറ്റ് ആവശ്യത്തിനും എഡ്യൂക്കേഷനും ലെഷർലി ആയിട്ടൊക്കെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇറ്റ് വാസ് ദ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ദാറ്റ് ലെഡ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ബിറ്റ്വീൻ ഡിസ്റ്റന്റ് ലാൻഡ്സ്. You have seen that many fruits and other food items that we eat have been brought here from other countries. Make a list of the food dishes that have spread among us from other countries. Find out their places of origin. അപ്പോൾ നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് ഇവിടെ വന്ന്, അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ സ്ഥാനം പിടിച്ച ഒരുപാട് ഫ്രൂട്ട്സ് നമ്മൾ കണ്ടു അല്ലേ. ഇനിയും നിങ്ങൾ കഴിക്കുന്ന ഡെയിലി മീൽസിലോ അല്ലെങ്കിൽ ഡിഷസിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ കഴിക്കുന്ന ഡിഷാണ് പക്ഷേ അതിൻ്റെ ഒറിജിൻ വേറെ കൺട്രിയാണ് അല്ലെങ്കിൽ വേറെ ലാൻഡാണ് എന്നുണ്ടെങ്കിൽ അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കുറച്ച് നോക്കിയാലോ. നമ്മൾ കഴിക്കുന്ന മെയിൻ ഫാസ്റ്റ് ഫുഡായിട്ടുള്ള ഷവർമ, ഹമൂസ്, കബ്സ, കുനാഫ, പത്തിരി, അതിൻ്റെയൊക്കെ ഒറിജിൻ അറേബ്യൻ ആണ്, അതായത് അറബിക് ഡിഷസ് ആണ് അതൊക്കെ കേട്ടോ. പിന്നെ ബിരിയാണി, ഹലീം, കബാബൊക്കെ എന്താണ്, ഒറിജിൻ പേർഷ്യയാണ്. ഫലാഫിൽ ഒറിജിൻ മിഡിൽ ഈസ്റ്റ് ആണ്, അതായത് ഈജിപ്റ്റ് ആണ്. ബ്രോസ്റ്റ് ചിക്കൻ, ബ്രൗണീസിൻ്റെ ഒറിജിൻ അമേരിക്കയാണ്. പാസ്ത, പിസ്സ, സ്പഗറ്റി ഒറിജിൻ ഇറ്റലിയാണ്. പിന്നെ ഫ്രൈഡ് റൈസ്, മഞ്ചൂരിയൻ, നൂഡിൽസ് ഒക്കെ അതിൻ്റെയൊക്കെ ഒറിജിന് ചൈനീസ് ആണ്. കട്ട്ലറ്റ്, പാൻകേക്സ് ഒറിജിൻ യൂറോപ്യൻ ആണ്. സുഷി ഒറിജിൻ ജപ്പാനാണ്. മുട്ടമാല, മുട്ടസുർക്ക അതിൻ്റെ എല്ലാം ഒറിജിന് പോർച്ചുഗീസ് ആണ് കേട്ടോ. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്.
ഗ്ലിംസസ് ഓഫ് സ്റ്റാർവേഷൻ. ഇനി നമുക്ക് ദാരിദ്ര്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫുഡിനെ കുറിച്ച് മാത്രം നോക്കിയാൽ പോരല്ലോ, അതിൻ്റെ മറുവശത്ത് ഫുഡ് തീരെ കിട്ടാത്ത ആളുകളും ഉണ്ട്. അതേക്കുറിച്ച് നോക്കാം. ഒബ്സർവ് ദീസ് ന്യൂസ് ഹെഡ്ലൈൻസ്. താഴെ തന്നിട്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് നോക്കൂ. ക്ലൈമറ്റ് ചേഞ്ച്. റിപ്പോർട്ട് സേസ് ദാറ്റ് സ്റ്റാർവേഷൻ ഇൻ കൺട്രീസ് വിൽ റൈസ്. ഹംഗ്രി ചിൽഡ്രൻ ആർ ക്രൈയിങ്. ഹെവി സ്റ്റാർവേഷൻ ഇൻ സിറിയ. The war in Ukraine. Global food crisis to intensify. Severe drought. Millions of children starved in Somalia. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് സ്റ്റാർവേഷനെ കുറിച്ച് അല്ലെങ്കിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഫുഡ് കിട്ടാത്തൊരവസ്ഥയെക്കുറിച്ചുള്ള ന്യൂസ് റിപ്പോർട്ട്സ് ആണ് തന്നിട്ടുള്ളത് കേട്ടോ. വാട്ട് ആർ ദ പീസസ് ഓഫ് ഇൻഫർമേഷൻ യു ഗെറ്റ് ഫ്രം ദിസ് ന്യൂസ് ഹെഡ്ലൈൻസ്? ഈ ന്യൂസ് ഹെഡ്ലൈൻസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്? സ്റ്റാർവേഷൻ സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ പല ഭാഗത്തും ഇന്നും സ്റ്റാർവേഷൻ ഉണ്ട് അല്ലെങ്കിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റാർവേഷൻ ഇൻ കൺട്രീസ് റൈസസ്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് പല രാജ്യങ്ങളിലും സ്റ്റാർവേഷൻ ഉണ്ടാവുന്നുണ്ട്. വാർ കോസസ് പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ. യുദ്ധങ്ങൾ ദാരിദ്ര്യവും പട്ടിണിയുമാണ് ഉണ്ടാക്കുന്നത്. നാച്ചുറൽ കലാമിറ്റീസ് ലീഡ് ടു ഫുഡ് ക്രൈസിസ്. ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഫുഡ് ക്രൈസിസ് ഉണ്ടാവുന്നുണ്ട്. The food that is necessary to maintain health is the right of every human being. ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. ബട്ട് there are thousands in many parts of the world without even a single meal to sustain life. പക്ഷേ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചസ്, war, unemployment, etc. cause poverty and starvation. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും യുദ്ധവും അതുപോലെ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മയും എല്ലാം പോവർട്ടിക്കും സ്റ്റാർവേഷനും കാരണമാണ്. ദാരിദ്ര്യത്തിനും ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥയ്ക്കും കാരണമാണ്. ഫമൈൻ ഇൻ ബംഗാൾ. ബംഗാളിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ചാണ് നമുക്കിവിടെ ചെറിയൊരു ലേഖനം തന്നിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ. എക്സസീവ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരിയഡ് ഇൻ ഇന്ത്യ ലെഡ് ടു ഫമൈൻ ആൻഡ് കോൺസിക്വൻ്റ്ലി മെനി പീപ്പിൾ ഡൈഡ്. അപ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരെ നാട് ഭരിച്ചിരുന്ന കാലത്ത് നമ്മളുടെ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ കാരണം ഒരുപാട് എക്സസീവായിട്ട് ഒരുപാട് ആവശ്യത്തിലധികമായിട്ട് എക്സ്പ്ലോയിറ്റേഷൻ നടന്നതുകൊണ്ട് അന്നത്തെ ആളുകൾക്ക് എന്ത് നേരിടേണ്ടി വന്നു? ഭക്ഷ്യക്ഷാമം നേരിടേണ്ടി വന്നു. ബംഗാൾ famine in 1943 is a typical example for this. ബംഗാളിലുണ്ടായ 1943 ഭക്ഷ്യക്ഷാമം ഇതിനൊരു പ്രധാന എക്സാമ്പിളാണ്. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ. ബംഗാളിലെ ആളുകളുടെ പ്രധാനപ്പെട്ട ജീവിത മാർഗം എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. പാഡി ഫീൽഡ്സ് were extensively destroyed as a result of the heavy storm on the Bengal coast. അപ്പോൾ ബംഗാൾ തീരപ്രദേശത്തുണ്ടായിരുന്ന കൊടുങ്കാറ്റിൽ ഹെവി സ്റ്റോമിൽ എന്തായി? അവിടുത്തെ നെൽപ്പാടങ്ങളെല്ലാം നശിച്ചുപോയി. സബ്സിക്വൻ്റ്ലി ദർ occurred a food crisis in ബംഗാൾ. അതിൻ്റെ പരിണത ഫലമായിട്ടാണ് ഒരു ഫുഡ് ക്രൈസിസ് ബംഗാളിൽ ഉണ്ടായത്. About 30 lakh people died of starvation during this famine. ഈ ഭക്ഷ്യക്ഷാമത്തിൽ ഏകദേശം 30 ലക്ഷത്തോളം ആളുകൾ പട്ടിണി കിടന്ന് മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. Another reason for starvation is the inequality in the distribution of wealth. അപ്പോൾ നമ്മൾ സ്റ്റാർവേഷൻ്റെ കുറച്ച് റീസൺസ് പഠിച്ചു അല്ലേ? വാറ്, അൺഎംപ്ലോയ്മെൻറ്റ്, പിന്നെ അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച്, ഇതെല്ലാം ഉണ്ട്. അതിനോട് കൂടെ തന്നെ ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു റീസൺ കൂടിയാണ് എന്ത്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇനീക്വാലിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. സാമ്പത്തികമായിട്ടുള്ള ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. വെൽത്ത് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ടു ഓൾ. സോ വൈൽ സം പീപ്പിൾ ഈറ്റ് ദെയർ ഫീൽ അതേഴ്സ് സ്റ്റാവ്. അപ്പം നമുക്കറിയാം ഇന്നത്തെ കാലത്തും എന്താണ്, സാമ്പത്തികമായിട്ട് ഒരുപാട് അത്യാവശ്യം നല്ല പണക്കാരായിട്ടുള്ളവരുണ്ടായിരിക്കും, അതേസമയം തന്നെ പട്ടിണി കിടക്കുന്നവരും ഉണ്ടായിരിക്കും അല്ലേ? ആ ബേസിസിലുള്ള ഇനീക്വാലിറ്റിയും എന്താണ്? സ്റ്റാർവേഷന് പ്രധാനപ്പെട്ട ഒരു റീസണായിട്ട് മാറുന്നുണ്ട്. വിത്ത് എ വ്യൂ ടു സ്ട്രെങ്തനിങ് ദ എഫേർട്സ് അഗെയിൻസ്റ്റ് പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ ആൻഡ് എൻഷുറിംഗ് ഫുഡ് ഫോർ ഓൾ, വേൾഡ് ഫുഡ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 16th October എവറി ഇയർ. എല്ലാ വർഷവും ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേ ആയിട്ട് ആചരിച്ചു വരുന്നുണ്ട്. എന്തിനാണത്? എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാക്കുക, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അത് നമ്മൾ ആചരിച്ചു വരുന്നത്. കേരള ഈസ് എ മോഡൽ സ്റ്റേറ്റ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് വേരിയസ് സ്കീംസ് ഫോർ പോവർട്ടി അലിവേഷൻ. അപ്പോൾ കേരളത്തിൽ ഭക്ഷ്യക്ഷാമം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീ മിഷൻ, എ പ്രൊജക്ട് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഫോർ പോവർട്ടി അലിവേഷൻ is an example for this. കുടുംബശ്രീ മിഷൻ എന്താണ്? അതിനൊരു എക്സാമ്പിൾ ആണ്. നമുക്കിവിടെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 കുറിച്ച് ഒരു ചെറിയൊരു ഇത് തന്നിട്ടുണ്ട്. എന്താണ് അതെന്ന് നോക്കാം. ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ ഇൻ 2013. The objective of this act is to ensure food security for all. A strong
public distribution system exist in our country with this object. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിലവിൽ വന്നത് 2013 എല്ലാ ആളുകൾക്കും തുല്യമായിട്ട് ഭക്ഷണം എത്തിക്കുക അല്ലെങ്കിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ആക്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒത്തിരി ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. റേഷൻ കട, മാവേലി സ്റ്റോർ തുടങ്ങിയിട്ടുള്ള ഇതൊക്കെ നമുക്ക് ഇതിന് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓർഗനൈസ് എ ഫുഡ് ഡേ റാലി ഇൻ ദ സ്കൂൾ ബൈ മേക്കിംഗ് പ്ലക്കാർഡ്സ് വിത്ത് ദ ഫുഡ് ഡേ മെസ്സേജ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഫുഡ് ഡേ റാലി സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് നിങ്ങൾക്കൊരു പ്ലക്കാർഡും തയ്യാറാക്കണം. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ട് രണ്ടെണ്ണം അവിടെ തന്നിട്ടുണ്ട്. ഡോണ്ട് വേസ്റ്റ് ഫുഡ്, പിന്നെ ഷെയർ ഫുഡ് വിത്ത് അതേഴ്സ്, ഡോണ്ട് വേസ്റ്റ് ഫുഡ്. അങ്ങനെ 2 പ്ലക്കാർഡ്സ് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് വേറെ കുറച്ച് പ്ലക്കാർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതി കൊടുക്കാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യനോട് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കിക്കേ. വാട്ട് ക്യാൻ ഈച്ച് ഓഫ് us ഡു ടു ക്രിയേറ്റ് എ വേൾഡ് വിത്തൗട്ട് സ്റ്റാർവേഷൻ? ഡിസ്കസ്. ഒരു പട്ടിണി ഇല്ലാത്ത ലോകം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? ഫുഡ് ഈസ് വൺ ഓഫ് ദി ബേസിക് നീഡ്സ് ദാറ്റ് സസ്റ്റെയിൻ ഹ്യൂമൻ ലൈഫ്. മനുഷ്യജീവിതം നിലനിൽക്കണമെങ്കിൽ വേണ്ട പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ഭക്ഷണം, ഫുഡ് എന്നുള്ളത്. ഫുഡ് ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത്. നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിലും ഫുഡിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ആക്സസ് ടു ഫുഡ് ഈസ് എ ലീഗൽ റൈറ്റ് ഓഫ് എവറി സിറ്റിസൺ. അപ്പോൾ ഭക്ഷണം ലഭ്യമാവുക എന്നുള്ളത് എല്ലാ സിറ്റിസൻ്റെ, എല്ലാ പൗരന്മാരുടെയും കടമയാണ്. We should use the food we get judiciously. Wasting food is the cruelty we do to those who don't even get a single meal. അപ്പം നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കുക അല്ലെങ്കിൽ മലിനമാക്കി കളയുക അല്ലെങ്കിൽ ഉപയോഗശൂന്യമാക്കി കളയുക എന്നുള്ളത് ഭക്ഷണം കിട്ടാത്ത, ഒരു നേരത്തെ പോലും ഭക്ഷണം കിട്ടാത്ത ആളുകളോട് നമ്മൾ കാണിക്കുന്ന ക്രൂവൽറ്റിയാണ്, ക്രൂരതയാണ്. Therefore everyone should realize that the food we waste belongs to others as well. അപ്പം നമ്മൾ വേസ്റ്റ് ആക്കുന്ന ഫുഡ് അതൊരു ചെറിയ തരിയാണെങ്കിൽ കൂടി അതൊരു മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതായിരിക്കാം എന്നുള്ള ബോധ്യം നമുക്ക് വേണം. ഫുഡ് ആൻഡ് ഹെൽത്ത്. ഫുഡും ഭക്ഷണവും ആരോഗ്യവും. ആസ് വി നോ, ഫുഡ് ഈസ് വൺ ഓഫ് ദ ബേസിക് നീഡ്സ് ദാറ്റ് സസ്റ്റെയിൻ ഹ്യൂമൻ ലൈഫ്. ഫുഡ് ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത്. വി ക്യാൻ മെയിൻറ്റെയിൻ അവർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ബൈ ടേക്കിംഗ് ന്യൂട്രീഷ്യസ് ഫുഡ്, ബട്ട് അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ലെഡ് ടു മെനി ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യമായിട്ടുള്ള ലൈഫ് ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊണ്ട് നമുക്ക് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസും ഇന്നബിലിറ്റീസും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് 2023. ഇനി 2023 മില്ലറ്റ്സ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? ചെറുധാന്യങ്ങൾ കേട്ടോ. ചെറുധാന്യങ്ങളുടെ ഇന്റർനാഷണൽ ഇയർ എന്ന് പറയുന്നത് 2023 ആണ്. 2023 ഹാസ് ബീൻ സെലക്ടഡ് ആസ് ദ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ഈസ് ടു പ്രൊമോട്ട് ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് മില്ലറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് മില്ലറ്റ്സിൻ്റെ പ്രൊഡക്ഷന്, അതുപോലെ തന്നെ അതിൻ്റെ നിർമ്മാണവും അതുപോലെ കഴിക്കലും എല്ലാം ഉപയോഗവും എല്ലാം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. മില്ലറ്റ്സ് ആർ ഗ്രാസി ക്രോപ്സ് ഫ്രം വിച്ച് സെറീൽസ് ആർ പ്രൊഡ്യൂസ്ഡ്. സെറീൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രാസി ക്രോപ്സ് ആണ് എന്ത് മക്കളെ? മില്ലറ്റ്സ് എന്ന് പറയുന്നത്. Millets include jowar, ragi, kodo millet, foxtail millet, etc. Millets can control cardiac issues and other lifestyle diseases. അപ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ തൊട്ട് ഒരുപാട് ജീവിതചര്യ രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് മില്ലറ്റ്സ് നമ്മെ സഹായിക്കുന്നുണ്ട്. സോ ന്യൂട്രീഷ്യസ് മില്ലറ്റ്സ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡെയിലി ഡയറ്റ്. അതുകൊണ്ട് തന്നെ പോഷക സമൃദ്ധമായിട്ടുള്ള മില്ലറ്റ്സ് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് മില്ലറ്റ്സിന് എക്സാമ്പിൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. റാഗി, ജോവർ, ബാർലി, പിന്നെ കോഡോ മില്ലറ്റ് എന്ന് വെച്ചാൽ വരക്, പേൾ മില്ലറ്റ് അതായത് നമ്മുടെ ബജ്റ, പിന്നെ ഫോക്സ്റ്റൈൽ മില്ലറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ തിന. ഇതൊക്കെ മില്ലറ്റ്സിന് എക്സാമ്പിളാണ്. ഇനി അതിന് താഴെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ടോപ്പിക് അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള കേട്ടോ. വി ക്യാൻ മെയിൻറ്റെയിൻ അവർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ബൈ ഈറ്റിംഗ് ന്യൂട്രീഷ്യസ് ഫുഡ്, ബട്ട് അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് lead to many lifestyle diseases. Healthy food refers to food that contains the right amount of nutrients to keep our body fit. Healthy food has a lot of benefits. When we intake healthy fruits and vegetables that are full of nutrients, we reduce the chances
of diseases. It keeps away diseases like diabetes, high blood pressure, cholesterol, and many more. Healthy food also helps in fighting obesity and heart diseases. Junk food is very harmful to our bodies. It contains high amount of sugar, salt, fats, oils, and more, which makes us unhealthy. It also causes a lot of problems like obesity and high blood pressure. Therefore, we must not take junk foods more and encourage healthy eating habits. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഫുഡ് ആൻഡ് ഹ്യൂമൻ എന്നുള്ള ഈ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും വിട്ടുപോകരുത്. നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്